നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റിച്ചിങ് പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകൾ. ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകൾ എന്ന് പറയുമ്പോൾ ലൈൻഡ് ആയിട്ടുള്ള സ്റ്റിച്ച്, സ്ട്രൈറ്റ് സ്റ്റിച്ച്, സ്ക്വയേർഡ് സ്റ്റിച്ച്, റൗണ്ടഡ് സ്റ്റിച്ച്, ട്രയാങ്കിൾ സ്റ്റിച്ച്, അതുപോലെ തന്നെ സിഗ്സാഗ് സ്റ്റിച്ച്, കർവ് സ്റ്റിച്ച്. ഇത്രയും സ്റ്റിച്ചുകൾ നമ്മൾ ചെറിയ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഇനിയും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ 11 വയസ്സായ മോനാണ് ഈ പ്രാക്ടിക്കൽ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. നമുക്ക് പ്രാക്ടിക്കൽ വീഡിയോ കാണാം. ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകൾ പഠിക്കുകയാണ് ബിഗിനേഴ്സിനുള്ള. ഇതുപോലെ ലൈനുള്ള സ്ക്വയർഡ് ആയിട്ടുള്ള ട്രയാങ്കിൾ ആയിട്ടുള്ളൊക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ആ പേപ്പറുകളൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് ആ പ്രിൻ്റ് ഔട്ട് എടുത്ത പേപ്പർ ഇതുപോലെ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ 4 ഭാഗവും കട്ട് ചെയ്തെടുക്കുക. എല്ലാ പീസും പ്രിൻ്റ് ഔട്ട് എടുത്ത എല്ലാ പീസും ലൈൻഡ് ആയിട്ടുള്ളത്, സ്ക്വയർഡ് ആയിട്ടുള്ളത്, ട്രയാങ്കിൾ ആയിട്ടുള്ളത്, റൗണ്ടഡ് ആയിട്ടുള്ളത്, കർവ് ആയിട്ടുള്ള, സിഗ്സാഗ് ആയിട്ടുള്ള ഇത്രയും വേണം കേട്ടോ. ഇതൊക്കെ നമ്മൾ കഴുത്തുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ആ പ്രിൻ്റ് ഔട്ട് എടുത്ത പേപ്പർ ഇതുപോലെ ആ ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ആ ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. അത് നമ്മൾ എത്രത്തോളം നമ്മൾക്ക് എക്സ്പീരിയൻസ് ആവോ ആ ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, മെഷീൻ്റെ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ടൈമിങ്, ആ ആക്സലറേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഏത് ഭാഗവും ശരിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഈ ലൈനിൻ്റെ കറക്റ്റ് മുകളിൽ കൂടെ ഇങ്ങനെ പതിയെ പതിയെ അടിച്ചെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പതിയെ പതിയെ സ്പീഡ് കൂട്ടുക, കുറച്ചും കൂടി സ്പീഡ് കൂട്ടുക, കുറച്ച് വലിയ സ്റ്റിച്ചിൽ ആക്കിയിട്ടാൽ മതി കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ അടിഭാഗം നമ്മൾ തയ്ച്ച് കഴിഞ്ഞപ്പോൾ ആ ലൈനിങ്ങിൻ്റെ അടിഭാഗമാണിത്. ഇപ്പോൾ ഉണ്ടോ, വൃത്തിയായിട്ട് കിട്ടി അല്ലേ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമ്മൾ ആ ക്ലോത്തിൽ നമുക്ക് ചെയ്യണം ഇതുപോലെ. ഈ പേപ്പറിലല്ലാതെ ക്ലോത്തിൽ നമുക്ക് തയ്ച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ക്ലോത്തിൻ്റെ മുകളിൽ ഒരു കാർബൺ പേപ്പർ വെച്ചിട്ട്, കാർബൺ പേപ്പർ പല വിധത്തിലുള്ളത് കിട്ടും കേട്ടോ. അപ്പോൾ ഏതാണോ നമുക്ക് നല്ലത് അതുപോലത്തെ നമ്മൾ മേടിച്ചെടുക്കുക. കാർബൺ പേപ്പർ തുണിയുടെ മുകളിൽ വെച്ചിട്ട് ഈ പ്രിൻ്റ് ഔട്ടുള്ള പേപ്പർ അതിന് മുകളിൽ വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. വരച്ചെടുക്കുമ്പോൾ കണ്ടോ നമുക്ക് ഇതുപോലെ കിട്ടും. എന്നിട്ട് ആ ക്ലോത്തിലാണ് ഇപ്പോൾ നമ്മൾ തയ്ക്കണം കേട്ടോ. ഇപ്പോൾ ആ പ്രിൻ്റ് ഔട്ട് എടുത്ത പേപ്പർ നമ്മൾ ഒഴിവാക്കി ഈ ക്ലോത്തിലാണ് ഇപ്പോൾ നമ്മൾ തയ്ക്കുന്നത്. 2 ലെയർ ലൈനിങ് വേണം കേട്ടോ, അപ്പോഴാണ് ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അതിങ്ങനെ ചുളുങ്ങിപ്പോവും ഒരു ലെയർ മാത്രമാണെന്നുണ്ടെങ്കിൽ. വില കുറഞ്ഞ ലൈനിങ്ങിൽ ചെയ്താൽ മതി. ഇങ്ങനെ ഒരു ലൈറ്റ് കളറ് വെള്ളയോ ക്രീമോ ഒക്കെ ആയിട്ടുള്ള ലൈനിങ്ങിൽ ചെയ്താൽ മതി. ഇതുപോലെ നമ്മൾ ആ ലൈനിലൂടെ തയ്ച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ക്ലോത്തിലാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, ഇത് കണ്ടോ, ഇതിലൊരു 4-5 ലൈനാണ് വരച്ചിട്ടുള്ളത്. ആ ലൈന് വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആ മാർക്കില്ലാതെ അതേ രീതിയിൽ നമ്മൾ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, പ്രഷർ ഫുട്ടിൻ്റെ സൈഡിലെ ഭാഗം എത്രയാണോ അതിൻ്റെ വിഡ്ത്ത്, അകലം, അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സ്റ്റിച്ചും ആ ലൈനില്ലാതെ നമ്മൾ തയ്ക്കാൻ പഠിക്കുക. ഇത് കണ്ടോ, ഇത് ആ സ്ക്വയേർഡ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു 2 ലൈന് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ആ 2 ലൈന് വരച്ചെടുത്തിട്ട് അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ആ ലൈനില്ലാതെ അതേ വിഡ്ത്തിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ കഴിയണം. ഇപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് തയ്ച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ് കേട്ടോ. 11 വയസ്സായിട്ടുള്ള മോനാണ് ഇപ്പോൾ ഈ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് അവൻ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബിഗിനേഴ്സിന്, ഒരു തുടക്കക്കാർക്ക് അത് എങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അവനെ കൊണ്ട് തയ്പ്പിക്കുന്നത്. ഇതേപോലെ റൗണ്ടഡ് ആയിട്ടുള്ളതും സിഗ്സാഗ് ആയിട്ടുള്ള സ്റ്റിച്ചുകളൊക്കെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പതിയെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ആ സ്റ്റോപ്പ് അവിടെ നിൽക്കുന്നത്, ആ സൂചി കുത്തി നിർത്തുന്നത്, അതുപോലെ നമ്മൾ തുടക്കത്തിൽ ആ ഒരു സ്റ്റിച്ച് കെട്ടിട്ട് പോരുന്നത്, അവസാനത്തിൽ അത് അവസാനിക്കുമ്പോൾ ഈ തുണിയിൽ നിന്ന് ഇറങ്ങാതെ അത് നമുക്ക് നൂലുകളൊക്കെ ശരിക്ക് കട്ട് ചെയ്ത് കിട്ടണത്, അവിടെയൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്.
ഇത് നമ്മൾ ഉഷയുടെ പവർ മെഷീനിലാണ് കേട്ടോ തയ്ക്കുന്നത്. ഇവൻ ശരിക്ക് ഈ മെഷീനിലൊക്കെ ഇരുന്നിട്ട് ശരിക്ക് തയ്ക്കും. ശരിക്കൊരു ട്രൗസറൊക്കെ തയ്ച്ചെടുക്കാറുണ്ട്. അവന് ശരിക്കും എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അവനെ കൊണ്ട് തന്നെയാണ് അത് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും കൂടി ആ ഒരു ഷെയർ അനുഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു ബിഗിനേഴ്സിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടോ, ഈ സിഗ്സാഗൊക്കെ ഇതുപോലെ തയ്ച്ചെടുക്കുക. അപ്പം നമുക്ക് കഴുത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ശരിക്ക് തയ്ച്ചെടുക്കാൻ കിട്ടും. ഇത് ഒരു കർവായിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ റിഗാള് കൈക്കുഴിയൊക്കെ പിടിപ്പിക്കുമ്പോൾ, അതുപോലെ കഴുത്തിൻ്റെ ഭാഗങ്ങൾ, കയ്യിൻ്റെ സൈഡുകൾ, ബ്ലൗസിൻ്റെ ഭാഗങ്ങൾ, ഡോട്ട്സ്, ഇതുപോലെ നമ്മൾ ഒരു നെക്ക് ഡിസൈൻ ചെയ്യണം, സ്ലീവ് ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനത്തെ ഭാഗങ്ങൾ വരും, ഇങ്ങനത്തെ പാർട്ടുകൾ വരും.